ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഡിഷ് ഒരു തനി നാടൻ ഫ്ലേവർ വരുന്ന ഡിഷാണ്. ഒരു ചുട്ട കോഴിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, ചിക്കൻ ടെൻഡർ ആകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോക്കനട്ട് വിനേഗറാണ്. നമ്മുടെ കള്ള് വിനാഗിരിയും നമ്മുടെ നാട്ടിലത്തെ മലനിരകളിൽ നിന്നുള്ള സ്പൈസസും എല്ലാം കൂടെ ചേരുമ്പോൾ ഇത് ചുടുന്ന സമയത്തൊക്കെ നല്ലൊരു ഫ്ലേവറാണ്. ഇതിനകത്ത് വെളിച്ചെണ്ണ ഒട്ടുമേ ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സോഫ്റ്റ് ആകാൻ വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക, കാരണം നമ്മുടെ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. ഇത് സാധാരണ ഗ്രില്ലിലും ഇലക്ട്രിക്കൽ അവനിലും എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കിനി അധികം സമയം കളയേണ്ട ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കും. നമ്മളൊരു ചെറിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1.25 കിലോ വരുന്ന ഒരു ചിക്കനാണ്. അത് മുഴുവൻ നമ്മൾ നന്നായിട്ട് ഡീപ്പായിട്ടുള്ള ഗ്യാഷസ് ഇട്ടുണ്ട്. ഞാൻ ഫുള്ളായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഓരോ പീസുകളായിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ അതിൻ്റെ ആ ചെസ്റ്റിൻ്റെ അവിടെ വെച്ച് മുറിച്ചിരിക്കുക ചെയ്തിരിക്കുന്നത്. പരട്ടുന്ന സമയത്ത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. അപ്പം ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ളതാണ് 2 കറുവാപ്പട്ട പീസ്, ഒരു 8 10 എടുക്കാം ഗ്രാമ്പൂ, പിന്നെ 2 തക്കോലം, സ്റ്റാർ അനീസ്, ചെറിയൊരു പീസ് ജാതിപത്രി, ഒരു 5-8 ഏലയ്ക്ക. ഇതെല്ലാം അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. കുരുമുളക് ഒരു 2 ടീസ്പൂൺ, ഒരു 8 വറ്റൽമുളക്, പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ, മല്ലി ഫുള്ളായിട്ടുള്ള മല്ലി തന്നെ ഒരു ടേബിൾ സ്പൂൺ, ഫുള്ളായിട്ടുള്ള മല്ലി 1/2 ടേബിൾ സ്പൂൺ. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. ഗാർലിക്, വെളുത്തുള്ളി ഒരു 5-8 അല്ലി, ഇഞ്ചി ഒരു 2-3 ഇഞ്ച് പീസ്, കറിവേപ്പില 5-6 ഇതള്, പിന്നെ ഉള്ളി, ചുമന്നുള്ളി ഒരു 5-8 എണ്ണം. ഇതെല്ലാം അവനവൻ്റെ ഇഷ്ടം അനുസരിച്ചിട്ട് വ്യത്യാസം വരുത്താം. ഉപ്പ് ആവശ്യത്തിന്. വെളിച്ചെണ്ണ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എണ്ണ ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യാം. കോക്കനട്ട് വിനേഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ കള്ളിയിൽ നിന്നുണ്ടാക്കുന്ന വിനാഗിരി കോക്കനട്ട് വിനേഗറാണിത്. പകരം വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങാനീര് വേണമെങ്കിൽ ചേർക്കാം, അല്ല തൈര് ചേർക്കാം, അവനൊരു ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ കോക്കനട്ട് വിനേഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് സാധാരണ വിനേഗർ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം, ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് പൊടിച്ച് ഇതെല്ലാം കൂടെ അരച്ച് ഇതിലോട്ട് മിക്സ് ചെയ്ത് മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വറ്റൽമുളകൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ നല്ലതാണ്. മൂത്ത് വരാൻ തുടങ്ങി. നമുക്ക് അധികം മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. നമുക്കിനി ഇത് ഓഫ് ചെയ്തേക്കാം. ഈ ഫ്രൈങ് പാനിലുള്ള ചൂട് കൊണ്ട് തന്നെ വഴരാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പച്ചമണം മാറുന്നിട വരെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ പച്ച മസാലകൾ ഇതിലേക്ക് ചേർക്കാം. ഇനി എല്ലാം ഓഫ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിനി അരയ്ക്കാം. അങ്ങനെ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിച്ച് മാറിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് ചിക്കനിലുള്ള വെള്ളമെല്ലാം നമുക്ക് ഒന്നുകിൽ കോട്ടണോ അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടോ ഒപ്പിക്കളയണം. ഞാൻ ഈ ചിക്കൻ കട്ട് ചെയ്തത് ഇവിടെ വെച്ച് ഈ ചെസ്റ്റിൻ്റെ ഇവിടെ മിഡിലിൽ വെച്ച് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ യാക്കമെല്ലാം നന്നായിട്ട് ക്ലീനാണ്. അത് നന്നായിട്ട് ഡീപ്പായിട്ട് ഗ്യാഷസ് ഇട്ട് ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കും. എല്ലാ വരയുടെ അകത്തും നമ്മൾ ഗ്യാഷസ് ഇട്ടതിൻ്റെ അകത്തോട്ടെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. മടക്കുകളുടെ ഇടയിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ അകത്തും സൈഡിലും എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും, മിനിമം 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും മാറിനേറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 2-3 മണിക്കൂർ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിത് അടച്ച് മാറിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മളിപ്പോൾ ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. നമുക്കൊന്ന് 3 മിനിറ്റ് സെറ്റ് ചെയ്യാം 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ. അങ്ങനെ പ്രീ ഹീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബെല്ല് റിങ് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടാം. ചിക്കൻ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് 200 ഡിഗ്രിയിൽ 12 മിനിറ്റ് തരും. ബെല്ല് റിങ് ചെയ്തു. നമുക്കിനി ഇതെങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായി. നമുക്കിതിൻ്റെ പൊക്കത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അകമൊക്കെ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിൽ, എണ്ണയൊന്നും ബ്രഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ കുറച്ച് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ച് ഗ്ലേസിങ് കിട്ടാനും നല്ലതാണ്. നമുക്കിനി ഇതൊന്ന് മറിച്ചിടാം. റൈസ് കട്ടർ ഉപയോഗിച്ചാൽ ഇപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ മറിച്ചിട്ടിരിക്കുന്നത്. ടോങ് വെച്ചിട്ട് ചെയ്യാൻ നോക്കിയാലൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോയെന്നിരിക്കും. അപ്പം പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു. നമുക്ക് ഈ വശത്തും കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ്സും കൂടെ വയ്ക്കാം. നമ്മളിത് ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചപ്പം 12 മിനിറ്റ്സ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഫുൾ ചിക്കനായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ചിക്കൻ ആയതുകൊണ്ട് കൂടുതൽ സമയം കൊടുക്കണം. ചെറിയ പീസുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 8 മിനിറ്റ്സ് ഇടുക,
എന്നിട്ട് 8 മിനിറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് എടുത്ത് നോക്കുക 8 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിനും. അപ്പോൾ സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് ഗ്രിൽഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇല്ല അത് ബ്രൗൺ ആയിട്ടില്ല, അത് മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റും കൂടെ വെച്ച് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കുക. അല്ല ഒറ്റയടിക്ക് 12 മിനിറ്റ്സ് ഇടരുത്. ചെറിയ പീസുകളാണ്. ഇതിന് കുക്കിങ്ങിൻ്റെ ടൈം വരുന്നത് ഇതിൽ ഉള്ള വാട്ടർ കണ്ടൻറ്റും അങ്ങനെയുള്ള ഫാക്ടേഴ്സും എല്ലാം കൂടെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിവതും വെള്ളം എല്ലാം നന്നായിട്ട് ഒപ്പി എടുത്തിട്ട് വേണം ചെയ്യാൻ. നമ്മൾ എടുക്കുന്ന ഗ്രേവിക്കകത്താണെങ്കിലും കറക്റ്റ് വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ. ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെള്ളം ഉള്ളതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റിനെ ബാധിക്കും. ആ വെള്ളം ഊർന്ന് താഴോട്ട് പോകും. അതുപോലെ ചിക്കൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എല്ലാം പുറത്ത് വരട്ടിയാൽ ചിക്കൻ ഡ്രൈ ആയി പോകാതെ ഇരുന്നോളും. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ തന്നെ തേച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രിൽഡ് ചിക്കൻ നമുക്ക് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ അപ്പത്തിൻ്റെ കൂട്ടത്തിലോ കപ്പയുടെ കൂട്ടത്തിലോ വെറുതെ സാലഡുമായിട്ടോ ഒക്കെ കഴിക്കാം. ഇത് നമ്മുടെ കേരള തനിമയുള്ള രുചിയിലുള്ളതാണ്. ബെല്ല് റിങ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇത് നോക്കാം എന്തായെന്നുള്ളത് നോക്കാം. നമുക്ക് കുറച്ചും കൂടി ഒന്ന് എണ്ണ ഇതിലോട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കാം. ഇപ്പം നമ്മളിത് ടോട്ടൽ 22 മിനിറ്റ്സ് ആയി. കാരണം ആദ്യം 12 മിനിറ്റ്സ്, പിന്നെ 8 മിനിറ്റ്സ് വെച്ചു, പിന്നെ അഡീഷണൽ ഒരു 2 മിനിറ്റ്സും കൂടെ. അപ്പം ടോട്ടൽ 22 മിനിറ്റ്സ്. ബെല്ല് റിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയായെന്ന്. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി മൂക്കണമെങ്കിൽ കുറച്ചുകൂടെ വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ബ്രൗണിഷ് ആകണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മൂപ്പിക്കാൻ വയ്ക്കാം. നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ട സൈഡ് മറ്റേ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ഫ്ലിപ്പ് ഓവർ ചെയ്തു. അതിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് ഷൈനിങ് ഒക്കെ കിട്ടാൻ വേണ്ടി. എന്നിട്ട് 1 മിനിറ്റും കൂടെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഗ്രില്ലിങ്ങിൻ്റെ ടൈം ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ച് പിന്നെ മൂപ്പ് കൂട്ടണമെങ്കിലോ ഒക്കെ കുറച്ചുകൂടെയൊക്കെ വയ്ക്കാം. ബ്രൗൺ കളർ കരിഞ്ഞു പോകാൻ ശ്രദ്ധിച്ചോണം. കാരണം ഓരോ മിനിറ്റിലും അതിൻ്റെ മൂപ്പ് കൂടി ചിലപ്പോൾ കരിഞ്ഞു പോയെന്നിരിക്കാം. വളരെ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. നല്ല സെറ്റായി, നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ നാടൻ രുചിയിലുള്ള ഗ്രിൽഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം, കമൻസ് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ചുട്ട കോഴി അടിപൊളിയാണ്. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ ചപ്പാത്തിയുടെ ചോറിൻ്റെ എല്ലാം കൊടുത്ത് നല്ല അടിപൊളിയാണ്. പിന്നെ സാലഡിൻ്റെ കൂട്ടത്തിൽ വെറുതെ കഴിക്കാൻ നമ്മൾ ഈ ഇത് ചുടുന്ന സമയത്ത് കുറേ ഇതിൽ നിന്നുള്ള ജ്യൂസും പിന്നെ കുറച്ച് എണ്ണയും ഇത് എല്ലാം കൂടെ താഴെ ആ ഗ്രിൽ ബാസ്ക്കറ്റിൻ്റെ അടി വന്ന് വരും. അപ്പോൾ താഴെ നമ്മൾ അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ തുണി അല്ലെങ്കിൽ ടിഷ്യൂ വെച്ച് അതിനകത്ത് തുടച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് സാധാരണ എഴുതി കഴുകിയാൽ മതി. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ റെസിപ്പി ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇത് ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.